Dear students, today I am going to discuss cumulative distribution function and probability density function. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അതായത് CDF ഓഫ് എ റാൻഡം വേരിയബിൾ ഈസ് അനദർ മെത്തേഡ് ടു ഡിസ്ക്രൈബ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റാൻഡം വേരിയബിൾ. ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ഡിസ്ക്രീറ്റിലും കണ്ടിന്യൂസിലും ഒരുപോലെ ഉപയോഗിക്കാമെന്നതാണ്. ഡെഫിനിഷൻ: ദ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് f of x equal to p of x less than or equal to x. ഇത് കണ്ടിന്യൂസിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൻ്റെത് f of x equal to ഇൻ്റഗ്രലാണ് വരിക, -∞ to x f of x dx എന്നായിരിക്കും. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിൾ: ഫൈൻഡ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് ഇൻ ടോസിങ് 3 coin. വി ഹാവ് s equal to HHH എക്സെട്ര. സാമ്പിൾ സ്പേസ് ആണ്. ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ്സ് അത് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യുക. റാൻഡം വേരിയബിൾ എക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഹെഡ്സ് എന്ന് പറയുന്നത് ഓരോ സാമ്പിൾ സ്പേസിലെ ഓരോ എലിമെൻറ്റിലും സാമ്പിൾ പോയിന്റിലുള്ള ഹെഡ്സ് ആണ്. ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? CDF f of x ഈക്വൽ ടു p of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x. ഇവിടെ കഴിഞ്ഞ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഫംഗ്ഷനിൽ വ്യത്യസ്തമായിട്ട് വരുന്നത് അതിൽ ഒരു വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് അതുവരെയുള്ള വാല്യൂ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ 0 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ f of 0 എന്നാണ് എടുക്കുന്നതെങ്കിൽ f of 0 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് 0 ആയത് ഇല്ലാത്തത് എന്നാണ്. അപ്പോൾ p of x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഒരിക്കലും നമ്മൾ ലെസ് ദാൻ പറയുന്ന സമയത്ത് മൈനസ് വാല്യൂയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, കാരണം മൈനസ് വാല്യൂ ഇല്ല, 0 മുതലാണ് എടുക്കുന്നത്. അപ്പോൾ പി ഓഫ് ഇവിടെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 0 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 0. പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെഡ്സ് 0, അതായത് ഇതിൽ സാമ്പിൾ സ്പേസിൽ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മാത്രമേ ഉള്ളൂ, ആകെ 1 മാത്രമേ ഉള്ളൂ ഹെഡ് ഇല്ലാത്തത്. അപ്പോൾ 1/8 എന്ന് പറയും. ദെൻ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1ൽ താഴെ വരുന്നതെന്ന് പറഞ്ഞാൽ 0 വരും 1 വരും. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 പ്ലസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 1. ദറ്റ് ഈസ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നേരത്തെ കണ്ടുപിടിച്ചു 1/8. ഇനി എക്സ് ഈക്വൽ ടു 1, അതായത് നമ്പർ ഓഫ് ഹെഡ്സ് 1, ഒരു ഹെഡ് മാത്രമുള്ളത്. അപ്പോൾ അതിൽ 3 ഉണ്ടാവും സാമ്പിൾ പോയിന്റ്. അപ്പോൾ 3/8, ടോട്ടൽ 4/8. ദെൻ എഫ് ഓഫ് 2 സെയിം, പി ഓഫ് എക്സ് ഇക്വൽ ടു 0, പി ഓഫ് എക്സ് ഇക്വൽ ടു 1, പി ഓഫ് എക്സ് ഇക്വൽ ടു 2. അപ്പോൾ 2 വരെയുള്ളത് മൊത്തം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 കാണാൻ പറഞ്ഞാൽ 2 വരെയുള്ളത് എടുക്കുക എന്നുള്ളതാണ്. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനിൽ കഴിഞ്ഞതിൽ പറഞ്ഞത് അങ്ങനെയല്ല. 2 എന്ന് പറഞ്ഞാൽ 2 മാത്രം എടുക്കുക, 2 വരെയുള്ളത് എടുക്കുന്നത്. പക്ഷേ ഇതിൽ 0, 1, 2 വരെയുള്ളത്. അപ്പം 7/8 കിട്ടും. ദെൻ എഫ് ഓഫ് 3 എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഇക്വൽ ടു 0, 1, 2, 3. ദറ്റ് ഈസ് ലാസ്റ്റ് ആൻസർ 1 ആയിരിക്കും. അതായത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ ലാസ്റ്റ് കണ്ടുപിടിക്കുന്നത്, അതായത് ഇതിലിപ്പോൾ എഫ് ഓഫ് 3 ആണ് ടോട്ടൽ ഉള്ളത് കൊണ്ട്, 3 ആയതുകൊണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ആൻസർ 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി കൂടി അതാണ്, ലാസ്റ്റ് ആൻസർ 1 ആയിരിക്കും എന്നുള്ളത്. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അതായത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് പ്രകാരം ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ നേരത്തെ പറയുന്ന ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഒരിക്കലും പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഉപയോഗിച്ച് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഓഫ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എക്സ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നാണ്. പ്രോബബിലിറ്റിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ അങ്ങനെയാണ്: എഫ് ഓഫ് എക്സ് ഈക്വൽ ടു
ഡി ബൈ ഡി എക്സ് ഓഫ്, അതായത് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നാണ്. ഇതിൻ്റെ പ്രധാനമായിട്ട് രണ്ട് പ്രോപ്പർട്ടീസ് ആണുള്ളത്. ഒന്ന് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. ദെൻ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഒരു എക്സാമ്പിൾ. ഗിവൺ പി ഡി എഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 ആൻഡ് 0 അതർവൈസ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. ഇതൊരു പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഫംഗ്ഷൻ എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1. അപ്പം നമുക്കിവിടെ തന്നത് എഫ് ഓഫ് എക്സ് ആയതുകൊണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ ഇൻ്റഗ്രൽ 0 to 3 എഫ് ഓഫ് എക്സിന് പകരം കെ എക്സ് സ്ക്വയർ. ഇവിടെ 0 to 3 എന്ന് പറയുന്നത് കെ എക്സ് സ്ക്വയറിന് നേരെയുള്ള വാല്യൂ ആയതുകൊണ്ടാണ്. 0 മുതൽ 3 വരെയാണ് എക്സിൻ്റെ വാല്യൂ. അതുകൊണ്ടാണ് ഇവിടെ ഈ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് വാല്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് സൂചിപ്പിക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 0 to 3 കൊടുക്കുക. 0 to 3 കെ എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 1. ഇനിയുടെ വാല്യൂ കെ എക്സ് സ്ക്വയർ എന്നുള്ളതിൻ്റെ ഇൻ്റഗ്രലാണ്. കെ എന്നുള്ളൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കെ നമുക്ക് പുറത്ത് വെക്കാം. എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 എന്നാണ്. എക്സ് റേസ് ടു എൻ എന്നുള്ളതിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 ആണ്. അപ്പോൾ എക്സ് ക്യൂബ് ബൈ 3 എന്ന് കിട്ടും. ഇനി അതിന് വാല്യൂ കൊടുത്താൽ 0 to 3 എന്നുള്ള വാല്യൂ ആണ് കൊടുക്കാനുള്ളത്. വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് 3 എക്സിന് കൊടുക്കാം. അപ്പോൾ 3 ക്യൂബ് ബൈ 3 എന്ന് വരും. 3 ക്യൂബ് 27 ബൈ 3 9 എന്നാണ് കിട്ടുക. അപ്പോൾ അവിടെ 9 എന്ന് കിട്ടും, 9k എന്ന് കിട്ടും. അപ്പം 9k ഈക്വൽ ടു 1 കിട്ടും. 0 കൊടുക്കുമ്പോൾ 0 ആയി പോകും, അതുകൊണ്ടാണ് 0 ഒഴിവാക്കിയത്. അപ്പം 9k ഈക്വൽ ടു 1. സോ k ഈക്വൽ ടു 1/9 എന്ന് ആൻസർ കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.